ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാൻ ഇന്നേ ഒരു ഞണ്ട് കറിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അത് മെയിനായിട്ട് ഒരു ഞണ്ട് കറി വെക്കുന്ന ഒരു വീഡിയോ അല്ല, ഈ ഞണ്ട് എങ്ങനെയാണ് റെഡിയാക്കണേ എന്നുള്ള വീഡിയോ ആണ് മെയിനായിട്ട് കാണിക്കുന്നത്. ഇനി ഞണ്ട് റെഡിയാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് ആരും അത് വാങ്ങിക്കാണ്ടിരിക്കണ്ട. ഈ നമ്മൾ ഞണ്ടൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാല് കടയിൽ ഇപ്പൊ ഞണ്ടൊക്കെ നന്നാക്കി തരുവേ. നന്നാക്കി നമ്മൾ മേടിക്കുമ്പോഴേ അത് വെച്ച് കറി ഉണ്ടാക്കുമ്പോ ആ കറിക്ക് ടേസ്റ്റ് കുറച്ച് കുറയും. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ കൂട്ടുകാരെ. ഇതൊരു പെൺഞണ്ടാണ്. അപ്പൊ പെൺഞണ്ടിനെയും ആൺഞണ്ടിനെയും തിരിച്ചറിയുന്നത് അതിന്റെ അവിടെ ബ്രൗൺ കളർ ഉണ്ടാവും. ആ ബ്രൗൺ കളർ ഉള്ളതാണ് പെൺഞണ്ട്. അത് നല്ല ടേസ്റ്റ് ഉള്ള ഇതും അത്യാവശ്യം മാംസമൊക്കെ ഉള്ളത് പെൺഞണ്ടിലായിരിക്കും. അതുപോലെ തന്നെ വാവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൊന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് ആ ചെറിയ കാലുകളൊക്കെ ഒന്ന് പിടിച്ചങ്ങോട്ട് മാറ്റാം. ചെറിയതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഇറുക്ക് കാലുണ്ടല്ലോ, അതും അങ്ങോട്ട് മാറ്റാം. ഇതൊക്കെ റെഡിയാക്കണ മുമ്പ് നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കണേ. കാരണം ഞണ്ട് ആദ്യം നല്ലവണ്ണം നല്ല വെള്ളത്തിലൊക്കെ കഴുകി അതിന്റെ ചെളിയൊക്കെ കളഞ്ഞ് അത് റെഡിയാക്കി എടുത്ത് അതിൻ്റെ ഉള്ളില് ഗട്ടൊക്കെ ഉണ്ടാവും. കണ്ടോ, ഞണ്ട് പൊളിക്കേണ്ട ഭാഗമാണിത്. അത് നേരെ അവിടെ പിടിച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി അങ്ങോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പുറന്തൊണ്ട് അങ്ങനെ പോരും. ഇപ്പൊ കണ്ട, ഇതാണ് ഈ ഗട്ട്, ഞണ്ടിന്റെ ഗട്ട്. നല്ല ടേസ്റ്റ് ആണ് അത് കറിയിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ആ മഞ്ഞ കളറായിട്ട് കാണുന്നതാണ് പൊന്ന്. നമ്മുടെ നാടൻ ഞണ്ടിന്റെ ഒക്കെ ആണെങ്കിൽ അത് നല്ല ചുവന്നിരിക്കും. ഞാൻ ഈ ഗട്ടെന്നുള്ള സാധനമൊക്കെ ഞാൻ കറി വെക്കാൻ എടുക്കാറുണ്ട്. കാരണം അത് ഇടുമ്പോഴാണ് കറിക്ക് ഒരു ടേസ്റ്റ്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് അവര് നന്നാക്കി തരുമ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ടാ തരൂലേ. പിന്നെ കളയേണ്ട ഭാഗം ഇതാണ്. കണ്ട, ഒരു ചെറിയൊരു നാര് പോലെ ഉണ്ടാവും. കണ്ട, ഈ സൈഡിൽ നിന്നുള്ളത് നല്ലവണ്ണം അങ്ങോട്ട് എടുത്ത് മൊത്തമായിട്ട് അങ്ങോട്ട് കളയണം. ഇതിന്റെ വായിന്റെ ഭാഗത്തൊക്കെ കുറച്ചുണ്ടാവും. അതെല്ലാം അങ്ങോട്ട് എടുത്ത് കളയുമ്പോഴേക്കും അതിന്റെ അടിയിൽ കുറച്ച് കണ്ട ചെളി പോലെ ഉണ്ടാവും. അത് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കും. ഇത്രയേ ഉള്ളൂ. കണ്ട, ഞണ്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയായി. ഇത്തിരി വലിയതാണെങ്കിൽ നമുക്കത് പകുതിയായിട്ട് അങ്ങോട്ട് കറിയിലേക്ക് ഇടാം, അല്ലെങ്കിൽ അതേപോലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞണ്ടൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുവേ. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് പൊളിക്കുന്നത് കാണിക്കാം. പെട്ടെന്ന് കണ്ട, ജസ്റ്റ് അങ്ങോട്ട് എടുക്കുക, നല്ലവണ്ണം വൃത്തിയായിട്ട് ആ കാലൊക്കെ കളഞ്ഞ് കഴുകി ജസ്റ്റ് ഒന്ന് പിടിച്ച് അങ്ങോട്ട് പൊളിച്ച് അങ്ങോട്ട് എടുക്കുക. അതിൻ്റെ ഉള്ളില് ഉള്ള ആ ഭാഗം രണ്ട് സൈഡിലും ചെറിയ നമ്മുടെ ഓലയൊക്കെ പോലെ ഉണ്ടാവും. ചെറിയ ഓല കഷ്ണം എങ്ങനെയാണോ അതേപോലെ അപ്പൊ അത് മാത്രം അങ്ങോട്ട് എടുത്ത് കളയുക. ആ പുറന്തോട് എടുത്ത് കളയുക. അത്രേ ഉള്ളൂ. ഞണ്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ. 5 ഞണ്ടാണ് വാങ്ങിച്ചത്. അപ്പൊ അത് അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് 2 സവാളയും ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2 ചെറിയ തക്കാളിയും 2 പച്ചമുളകും കറിവേപ്പില അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ടേ അതിലേക്ക് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർക്കണം. പിന്നെ ഞാൻ ചേർത്തത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങോട്ട് ചേർത്തു. ഇനിയിപ്പോ അടുപ്പത്തേക്ക് ഒരു ചട്ടി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, 1 ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ടിട്ട് അതങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഞണ്ടും ബാക്കിയുള്ള സവാളയും തക്കാളിയും അതെല്ലാം കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡിയാവും. ഞണ്ടില് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ ആവശ്യത്തിന് നോക്കി അങ്ങോട്ട് ഒഴിച്ചാൽ മതി വെള്ളം. ഇപ്പൊ കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. കുക്കിംഗ് ടൈം കുറച്ച് കൂടുന്നേ ഉള്ളൂ. കാരണം അതൊന്ന് വറ്റി വരാനായിട്ട്. ഇനിയിപ്പോ ചാറോട് കൂടിയൊക്കെ ആണെങ്കിൽ ആവശ്യം വെള്ളം ഉള്ളതും നല്ലതാണ്. നമുക്ക് ചോറിലൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കാമല്ലോ. അപ്പൊ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.